ഹലോ മക്കളെ. അപ്പൊ നമ്മുടെ SSLC റിസൾട്ട് കാത്തിരിക്കുന്ന മക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണിത്. നമ്മുടെ +1 അലോട്ട്മെന്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുള്ള അല്ലെങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറഞ്ഞു തരാൻ വേണ്ടി പോകുന്നത്. മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും എന്ത് ചെയ്യുക, ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കും. അപ്പൊ നമ്മൾ ഓൾറെഡി അറിഞ്ഞ പോലെ മെയ് ഫസ്റ്റ് വീക്കിൽ തന്നെ നമ്മുടെ SSLC റിസൾട്ട് പബ്ലിഷ് ചെയ്യും. ആ റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാന്നുള്ളത് ആദ്യം നമുക്ക് നോക്കിയാലോ. റിസൾട്ട് അറിയുന്നതിന് വേണ്ടിയിട്ട് മക്കള് ഗൂഗിളിൽ കേരള SSLC റിസൾട്ട് എന്നെന്ത് ചെയ്യുക, ഒന്ന് ഗൂഗിൾ ചെയ്യുക. അപ്പോൾ ഏറ്റവും ആദ്യം കാണുന്ന സൈറ്റ് result.kite.kerala.gov.in എന്ന സൈറ്റിൽ നമുക്ക് നമ്മുടെ റിസൾട്ട് അറിയാം. ഇവിടെ കേരള SSLC റിസൾട്ട് 2024 കാണുന്നുണ്ടാവുക. അത് നിങ്ങളുടെ റിസൾട്ട് വരുന്ന സമയത്ത് അത് ഓട്ടോമാറ്റിക്കലി 2025 ആ സൈറ്റ് തുറന്നു കഴിഞ്ഞാൽ നമ്മളോട് രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും ചോദിക്കും. ഈ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും അടിച്ചിട്ട് സബ്മിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ റിസൾട്ട് നമുക്ക് അറിയാൻ വേണ്ടി കഴിയും. ഇപ്പോൾ റിസൾട്ട് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് അലോട്ട്മെന്റിന് അപേക്ഷിക്കുക എന്നുള്ളതാണ് അല്ലേ. ആദ്യ കാലങ്ങളിലൊക്കെ ഒരു ബുക്ക് സെറ്റ് തന്നിട്ട് നമ്മുടെ ഇഷ്ടപ്പെട്ട സ്കൂളും അതുപോലെ കോഴ്സൊക്കെ പേപ്പറിൽ എഴുതിയിട്ട് നമ്മുടെ അടുത്തുള്ള ഹയർ സെക്കൻഡറി സ്കൂളിൽ കൊടുക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നത്. ഇപ്പോൾ അത് ഓൺലൈൻ ആയിട്ട് മാറിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സിംഗിൾ വിൻഡോ സിസ്റ്റം എന്ന് പറയുന്നത്. എങ്ങനെയാണ് ഈ +1 അലോട്ട്മെന്റ് നമുക്ക് സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെ അപേക്ഷിക്കുക എന്നുള്ള അറിയാൻ, +1 നമുക്ക് അഡ്മിഷൻ കിട്ടണമെങ്കിൽ നമ്മൾ hscap.gov.in എന്ന് പറയുന്ന സൈറ്റിലാണ് കയറേണ്ടത്. ഇവിടെ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ hscap ഗേറ്റ് എന്ന് കാണാം. അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആ സൈറ്റ് തുറന്നു വരും. ഇവിടെ ഇപ്പോൾ അലോട്ട്മെന്റ് പ്രോസസ് ഒന്നും സ്റ്റാർട്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഒന്നും വന്നിട്ടില്ല. അങ്ങനെ അലോട്ട്മെന്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ക്രിയേറ്റ് കാൻഡിഡേറ്റ് ലോഗിൻ എന്നും കാൻഡിഡേറ്റ് ലോഗിൻ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് ഓപ്ഷൻസ് കാണും. ആ ഒരു ലിങ്കിലൂടെ നമുക്ക് നമ്മുടെ ആപ്ലിക്കേഷൻ ലോഗിൻ ഐ ഡി ക്രിയേറ്റ് ചെയ്തിട്ട് അതിലൂടെ വേണം നമുക്ക് എന്ത് ചെയ്യാൻ, +1 അപേക്ഷിക്കാം. നിലവിൽ അപേക്ഷ തുടങ്ങിയിട്ടില്ലെങ്കിലും നമുക്ക് ഈ ഒരു സൈറ്റിലൂടെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ നമുക്ക് സ്കൂൾ ലിസ്റ്റ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം. നമുക്ക് നമ്മുടെ ജില്ലയിലോ അല്ലെങ്കിൽ തൊട്ടടുത്തുള്ള ജില്ലയിലോ ഏതൊക്കെ സ്കൂളുകൾ ഉണ്ടെന്ന് അറിയാനും അതിൻ്റെ ഒരു കംപ്ലീറ്റ് ലിസ്റ്റ് ഇവിടെ നമുക്ക് കിട്ടും. ഏതൊക്കെ കോഴ്സുകൾ അവിടെ അവൈലബിൾ ആണെന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി നമുക്കിവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇപ്പോൾ ഇവിടെ മലപ്പുറം ജില്ലയിലെ സ്കൂളുകളുടെ ലിസ്റ്റാണ് ഇവിടെ കൊടുത്തുള്ളത്. അപ്പോൾ ഇവിടെ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഒന്നാമത്തെ 11,001 എന്ന് പറയുന്ന സ്കൂൾ കോഡുള്ള ഗവൺമെൻറ് GHSS ഡൗൺ ഹിൽ മലപ്പുറം, അവിടെയുള്ള കോഴ്സുകളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1, 10, 11, 39. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. 1 എന്ന് പറഞ്ഞാൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി, മാത്സ്. അതുപോലെ 10 എന്ന് പറയുമ്പോൾ ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, ജോഗ്രഫി. 11 ഹിസ്റ്ററി, എക്കണോമിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സോഷ്യോളജി. 39 എന്ന് പറയുമ്പോൾ ബിസിനസ് സ്റ്റഡീസ്, അക്കൗണ്ടൻസി, എക്കണോമിക്സ്, കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻസ്. ഇങ്ങനെ ഏതൊക്കെ കോഴ്സുകൾ ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഈ ഒരു സ്കൂൾ ലിസ്റ്റ് എന്ന് പറയുന്ന ആ ഒരു ലിങ്കിലൂടെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇങ്ങനെ ഒരു എന്താ പറയുക ലിസ്റ്റ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചാൽ നമുക്ക് ഓൺലൈൻ അപേക്ഷിക്കുന്ന സമയത്ത് അത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പോൾ മെയ് ഫസ്റ്റ് വീക്കിൽ നമ്മുടെ റിസൾട്ട് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. അത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മുടെ സിംഗിൾ വിൻഡോ സിസ്റ്റത്തിലൂടെയുള്ള +1 അഡ്മിഷന്റെ പ്രോസസ്സ് ഒക്കെ തുടങ്ങും. അപ്പോൾ അതിന് മുൻപായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഈ സൈറ്റിൽ കയറിയിട്ട് നമ്മുടെ ജില്ലയിലും അതുപോലെ തൊട്ടടുത്തുള്ള ജില്ലകളിലെ സ്കൂളുകളൊക്കെ ഒരു ലിസ്റ്റ് ഒക്കെ എന്ത് ചെയ്യുക, ഒരു കൃത്യമായിട്ടുള്ള ഒരു പ്രിയോറിറ്റി ഓർഡർ അനുസരിച്ചൊക്കെ ക്രിയേറ്റ് ചെയ്യുക. കഴിയുന്നതും നിങ്ങൾ അക്ഷയ സെന്റർ വഴി എന്ത് ചെയ്യുക, ഓൺലൈനായിട്ട് അപേക്ഷിക്കുക. സ്വന്തമായിട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോയി കഴിഞ്ഞാൽ നമ്മുടെ അഡ്മിഷനെ തന്നെ അത് ബാധിക്കാം. കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ മാത്രം സ്വന്തമായിട്ട് ചെയ്യുക. സ്വന്തമായിട്ടും ചെയ്യാം. എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അടുത്ത വീഡിയോയിലൂടെ ഷമീം സാർ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.